ഹേ ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഓസം ഡ്യൂഡ്സ്. അപ്പോൾ നമ്മളിന്ന് പുറത്തോട്ട് പോകാൻ നിൽക്കുകയാണ്. പുറത്തോട്ട് വെച്ച് ശർക്കരയിലോട്ട്. ശർക്കര ഉത്സവമൊക്കെ കഴിഞ്ഞ് എന്നാലും നമ്മളിന്ന് പറമ്പ് കാണാൻ വേണ്ടിയിട്ട് കടകളൊക്കെ ഉണ്ടല്ലോ, അത് കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മളെ വീട്ടിൽ നിന്ന് നമ്മൾ 3 പേരും പിന്നെ അമ്മയുടെ ഫ്രണ്ടും മോളും ഉണ്ട്. അപ്പോൾ വീഡിയോയിൽ കാണാൻ. അപ്പോൾ ഗൈസ്, വീഡിയോയിലേക്ക് പോണതിന് മുമ്പ് വിഷുവിൻ്റെ തലേ ദിവസം ആയതുകൊണ്ട് തന്നെ വീട്ടിലിരിക്കുന്ന വിളക്ക് അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം തേച്ച് കഴുകി വൃത്തിയാക്കി വെക്കുവാണ്. അപ്പോൾ അതിൻ്റെ ഒരു കുട്ടി വീഡിയോ കൂടെ കാണാം. അപ്പോൾ ആൻറ്റി ഇരുന്ന് വിളക്ക് വയ്ക്കുവാണ്. അത് കഴിഞ്ഞ് അമ്മ കുറച്ച് നേരം ഒരു പാത്രം അതൊക്കെ കഴുകിയ ശേഷം ഞാനാണ് ബാക്കി കഴുകി വെച്ചത്. അത് കഴിഞ്ഞ് ആൻറ്റീൻ്റെ മുടി നരച്ചിരിക്കുന്നതെന്നും പറഞ്ഞ് ഭയങ്കര പരാതിയായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു ചെറിയ പാക്കറ്റ് ഉണ്ടായിരുന്നു ഡൈര്. അപ്പോൾ അത് എടുത്ത് ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. ചക്കര ഡൈ അടിച്ച് നൈനയുടെ തലയിൽ പരീക്ഷിക്കുകയാണ്. ഇത് ഇനി എന്തരാവോ ഏതാവോ എന്ത് നടന്നാലും ഞാൻ ഉത്തരവാദിയല്ല. പല്ലിലും കൂടെ തേച്ചു കൊടുക്കരുത്. ഞാൻ ഇനി എങ്ങനെയായി വരുന്ന സുന്ദരിയായി വരുന്ന അതേ ഇനി ഉള്ള സുന്ദരവും കൂടെ പോണം, എല്ലാം കൂടെ പോണം. നമുക്ക് ഈ മുടിയൊക്കെ വെട്ടിക്കളഞ്ഞാൽ പോരായിരുന്നു. പെട്ടെന്ന് അവിടെ ജോലി അല്ല അങ്ങ് തലയെ പറ്റിക്കൂടാ. തല ഓട്ടി പറ്റിക്കൂടാ. ഓട്ടിയില്ല, തല ഓട്ടി മന്ദബുദ്ധികളെ. എനിക്ക് അത് അറിഞ്ഞൂടെങ്കിലും കണ്ട എനിക്ക് അറിയാം തല ഒട്ടി പറ്റിക്കൂടാന്ന്. അമ്മ തേച്ചോ? ഞാൻ ഇതൊരു പരുവാക്കിയിട്ട് എല്ലാരും വിളിച്ച് കാണിക്കാം. ഇനി എവിടെയെങ്കിലും ഉണ്ടോ? അവിടെയൊന്നും ഇല്ല. എത്ര സാധനം നിന്ന്. ഹാപ്പിയാണോ? ഞാൻ തന്നെ. യെസ്. അപ്പോൾ ഗൈസ്, ഡൈ ഒക്കെ അടിച്ച് തീർന്ന് വാഷ് ചെയ്യുവാണ്. വാഷ് ചെയ്തിട്ട് റിസൾട്ട് കാണിക്കാം, എന്താവുമെന്ന് കാണാം. ഗൈസ്, നരച്ചിരുന്ന മുടിയൊക്കെ വെളുത്ത് നമ്മൾ ജയിച്ചു. വെളുത്തിരുന്ന മുടിയൊക്കെ കറുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫെയിലായില്ല. കമ്പനി പൊടിയല്ലേ, അപ്പൊ എന്തായാലും അത് കറക്കാനാണല്ലോ കമ്പനി ഇറക്കി വെക്കുന്നത്. നമ്മൾ ആദ്യമായിട്ടല്ലേ തേക്കുന്ന. ട്രെയിനിങ് എന്റെ വഴി. അങ്ങനെ നമ്മൾ ശർക്കര എത്തിയിട്ടുണ്ട്. വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത ശേഷം പറമ്പിലോട്ട് നടക്കുകയാണ്. ഇനി അങ്ങോട്ടുള്ള വിശേഷങ്ങൾ വീഡിയോയിലൂടെ കാണാം. അപ്പോൾ നമ്മൾ റൈഡിൻ്റെ ആ സൈഡിൽ കൂടെയാണ് വന്നത്. അപ്പോൾ അതാണ് ആദ്യം റൈഡ് തന്നെ കാണുന്നത്. അവിടെ നിന്ന് നേരെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലോട്ടാണ് പോയത്. അമ്പലത്തിനകത്ത് കയറിയിട്ടില്ലായിരുന്നു, പുറത്തു നിന്നാണ് തൊഴുന്നത്. ബിക്കോസ് ഉച്ചയ്ക്ക് ചിക്കനുമായിട്ടാണ് ചോറ് തിന്നത്. അപ്പോൾ അകത്തോട്ട് കയറിയില്ലായിരുന്നു. പറമ്പിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ആദ്യം കാണുന്ന കടയിൽ തന്നെ ഫസ്റ്റ് കയറിയിട്ടുണ്ടായിരുന്നു. ഈ കാണുന്ന കണിക്കൊന്ന മേടിച്ചായിരുന്നു. വിഷു ആയതുകൊണ്ട് തന്നെ കണിക്കൊന്നയുടെ ആവശ്യം വളരെ അധികമായതുകൊണ്ട് മേടിച്ചായിരുന്നു. അങ്ങനെ കണിക്കൊന്ന മേടിച്ച് ഷോപ്പിൽ നിന്ന് ഇറങ്ങാൻ നിന്നപ്പോഴായിരുന്നു അമ്മയ്ക്കൊരു ഫ്രെയിം ഇഷ്ടപ്പെട്ട് അതിൻ്റെ കാര്യം ചോദിച്ചപ്പോഴാണ് അവർ പറഞ്ഞത് ഇതെല്ലാം അവർ വരയ്ക്കുന്നതും സ്വന്തമായിട്ട് തന്നെ ഉണ്ടാക്കി പെയിൻ്റ് അടിക്കുന്നതുമായിട്ടുള്ള എല്ലാമാണിത്. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി അടുത്ത കടയിലോട്ട് പോവുകയാണ്. അടുത്തൊരു മൊബൈൽ കടയിലാണ് കയറിയത്, ഫോണിൻ്റെ സ്ക്രീൻ ഗാർഡ് ഒന്ന് മാറാൻ വേണ്ടി. അവിടെ നിന്ന് ഇറങ്ങി അടുത്ത കടയിലോട്ട് പോകാൻ വേണ്ടി നടക്കുകയാണ്. അടുത്ത കടയിൽ നമ്മൾ കയറിയത് ഒരു ചെടിക്കടയായിരുന്നു. ഒരു കട കണ്ടെന്നും പറഞ്ഞ് സാധനം മേടിച്ചിട്ടില്ലായിരുന്നു. എല്ലാ കടയിലെയും വിലയും കാര്യങ്ങളും മനസ്സിലാക്കിയ ശേഷം മാത്രമാണ് സാധനം മേടിക്കുന്നത്. ക്ലിപ്പ് അങ്ങനെയുള്ള ഐറ്റംസ് നോക്കാൻ വേണ്ടി കയറിയായിരുന്നു. അപ്പോൾ ഈ കടയിൽ കുറച്ച് വില കൂടുതലായതുകൊണ്ട് ആ കടയിൽ നിന്ന് തിരിച്ചിറങ്ങിയിട്ടുണ്ടായിരുന്നു. കറണ്ട് പോയി ഗൈസ്, കറണ്ടില്ല. ചട്ടിക്കട. നമ്മളവിടെ നേരെ അടുത്ത ചെടിക്കടയിലോട്ട് പോവുകയാണ്. ഈ കടയിൽ വില കുറവാണെന്നുള്ള ഉദ്ദേശത്തിൽ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. കട വീണ്ടും മാറിപ്പോയി ഗൈസ്. ഈ കടയും വിലയുള്ള കടയാണ്. അപ്പം മറ്റേ കട, വില കുറഞ്ഞ കട അന്വേഷിച്ച് നമ്മൾ പോവുകയാണ്.
ഇവിടെ എന്താ ഗൈസ്, എപ്പോഴും കറണ്ട് പോയും വന്നും നിൽക്കുന്നു. അപ്പോൾ ഫൈനലി നമ്മൾ ലാഭമുള്ള ചെടിക്കടയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് എന്തൊക്കെ വേണമെന്ന് സെലക്ട് ചെയ്യാം. അങ്ങനെ ചെടിയൊക്കെ മേടിച്ച് അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് എന്തൊക്കെ മേടിച്ചെന്ന് വീട്ടിൽ വന്നതിന് ശേഷം കാണിക്കാം. വിഷു ആയതുകൊണ്ട് തന്നെ കണി വയ്ക്കാൻ സാധനങ്ങൾ എല്ലാം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ പർച്ചേസ് എല്ലാം കഴിഞ്ഞ് നടക്കുവാണ്. പർച്ചേസ് എന്ന് പറയാൻ പറ്റത്തില്ല, കുറച്ച് സാധനങ്ങൾ മാത്രമേ മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി അടുത്ത നെക്സ്റ്റ് എയിം എന്ന് വെച്ചാൽ റൈഡ് കയറുക. അതിനാണ് മെയിനായിട്ട് പറമ്പ് കാണാനെന്നും പറഞ്ഞ് പോയത്. റൈഡിലൊന്നും ഒട്ടും തിരക്കില്ലായിരുന്നു, ഒട്ടും പ്രതീക്ഷിച്ച പോലെ അല്ലായിരുന്നു. വിചാരിച്ചു റൈഡിലൊക്കെ നല്ല തിരക്കായിരിക്കും എന്ന് വിചാരിച്ചു, പക്ഷെ ആരും ഇല്ലായിരുന്നു. പക്ഷേ ഈ ഡ്രാഗൺ പോലത്തെ റൈഡിലാണ് കയറാമെന്ന് വിചാരിച്ചത്. നമ്മൾ കയറിയപ്പോഴത്തേക്ക് കുറേ ആൾക്കാർ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വിഷമം അങ്ങ് മാറി കിട്ടിയായിരുന്നു. ആൾക്കാർ വന്നുകൊണ്ടിരിക്കുമായിരുന്നു. എൻ്റെ കൂടെ ഇരിക്കുന്ന ആൾക്ക് റൈഡിൽ കയറാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര താല്പര്യം ഇൻട്രസ്റ്റൊക്കെയാണ്. പക്ഷേ എന്ത് ചെയ്യാനോ ഇപ്പോൾ ഉള്ള ഹാപ്പിനെസ് റൈഡ് സ്റ്റാർട്ടായപ്പോൾ പിന്നെ അങ്ങോട്ടില്ല. ഭയങ്കര പേടിയാണ്, എന്നാലും ഈ റൈഡിൽ തന്നെ കണ്ടിന്യൂസ് കയറിക്കൊണ്ടിരിക്കും. അങ്ങനെ സ്റ്റാർട്ടായിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരമൊക്കെ ഇങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റി, അത് കഴിഞ്ഞ് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നല്ല സ്പീഡും നല്ല ഹൈറ്റിനുമാണ് പോയിക്കൊണ്ടിരുന്നത്. പിടിക്കാൻ തന്നെ സ്ഥലമില്ലായിരുന്നു, നല്ല ഡിസ്റ്റൻസ് ഉണ്ട് പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഹൈറ്റിലോട്ട് പോകുമ്പോൾ എണീറ്റ് വരുവാണ്, അതുകൊണ്ട് ഞാൻ ഫോൺ ഓഫ് ചെയ്ത് വെച്ചായിരുന്നു. അങ്ങനെ കുറച്ച് സ്നാക്സൊക്കെ മേടിച്ചിട്ട് നേരെ പോയത് ബജ്ജിക്കടയിലോട്ട്. അങ്ങനെ ഒരു സെറ്റ് ബജ്ജിയൊക്കെ മേടിച്ച് അമ്മ വന്നിട്ടുണ്ട്. നമ്മളെ നല്ല സമയം കൊണ്ട് തന്നെ കറണ്ട് ഇല്ലായിരുന്നു. നമ്മൾ വന്നപ്പോഴത്തേക്ക് കറണ്ട് പോയി. ഞാൻ ബജ്ജി കഴിക്കാത്തതുകൊണ്ട് തന്നെ അമ്മ പോയി ഒരു സെറ്റ് കോളിഫ്ലവർ കൂടെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് കഴിക്കാം. കോളിഫ്ലവർ ഒട്ടും ഉപ്പില്ലായിരുന്നു, ഒട്ടും ടേസ്റ്റും ഇല്ലായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ കുലുക്കി സർബത്ത് കുടിക്കാൻ പോയി. അങ്ങനെ ഞാൻ ഓർഡർ ചെയ്തത് മാംഗോ ആയിരുന്നു. പിന്നെ ഗ്രീൻ ആപ്പിൾ, സ്ട്രോബെറി, ഗ്രേപ്സ്, ഈ 4 ഐറ്റംസ് ആയിരുന്നു നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. കുടിച്ചിട്ട് എനിക്ക് ഒട്ടും ടേസ്റ്റായിട്ട് തോന്നിയില്ല, സാധാ ഒരു വെള്ളം കുടിക്കുന്ന ഫീലായിരുന്നു. അപ്പോൾ നമ്മൾ ഫൈനലി വീട്ടിൽ എത്തിയിട്ടുണ്ട്. കുറച്ച് പർച്ചേസ് ഒക്കെ ചെയ്ത് പിന്നെ നാളെ വിഷു അല്ലേ, അപ്പോൾ അതിന് വേണ്ടിയുള്ള കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. ഒക്കെയാണ് ഈ കാണുന്നത്. അപ്പോൾ ഞങ്ങൾ ശർക്കരയാണ് പോയിട്ടുണ്ടായിരുന്നത്. നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, ശർക്കരയിൽ ഞങ്ങൾ മേടിച്ചത് 2 കുറ്റിപ്പുല്ല മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് ഒരെണ്ണത്തിന് വരുന്നത് 50 രൂപ, 2 എണ്ണത്തിന് 90 രൂപയ്ക്ക് ഞങ്ങൾ പറഞ്ഞ് വില പേശി. എൻ്റെ അമ്മേനെ എവിടെ കൊണ്ടുപോയാലും ബാർഗെയിനിങ് ആണ് മെയിൻ ഗൈസ്. വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ബാർഗെയിനാണ് മെയിൻ. ഇനി അത് കഴിഞ്ഞ് ഞങ്ങൾ 3 റോസ് 100 രൂപയ്ക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഒരെണ്ണം ഒരു വയലറ്റ് കളറാണ് വരുന്നത്. വെറൈറ്റി ഗൈസ്, വെറൈറ്റി. ഇത് അമ്മ തന്നെയാണ് ഇവിടെ നിൽക്കുക തപ്പി എടുത്തോണ്ട് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു മഞ്ഞ കളർ, ഒരു മഞ്ഞ റോസും കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ചോപ്പാണെന്നാണ് പറഞ്ഞത് ശരിയും. അതിപ്പോ വണ്ടി കൊണ്ടുവന്ന് ഇറക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ, അപ്പൊ തന്നെ മേടിച്ചായിരുന്നു. പിന്നെ ഞങ്ങൾ മേടിച്ചത് അരുളി, ഒരു വെള്ളയും ഒരു ചോപ്പ് മേടിച്ചിട്ടുണ്ട്. കണിക്കൊന്നേന് പ്ലാസ്റ്റിക് മേടിച്ചു ഗൈസ്. അത് ലാഭമാണ് ഗൈസ്. ഇവിടെ ഉള്ള സാധാ കടയിൽ പോലെ എല്ലാം 3 പീസ് എത്ര 80, 3 പീസ് 100 രൂപ. ഒരു പീസ് ഒരു കടയിൽ ചോദിച്ചപ്പോൾ 50 രൂപ വെച്ചാണ് പറഞ്ഞത്. എന്തായാലും നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ ആദ്യം മേടിച്ചായിരുന്നു. ആ കടയിലായിരുന്നു ലാഭം. അവര് ഹോമില് അവർ തന്നെ ചെയ്യുന്നത്. അവിടുത്തെ ആണെങ്കിൽ ആർട്ടിസ്റ്റ് വിൽക്കാൻ പറഞ്ഞാൽ നമ്മള് ഇച്ചിരി മിച്ചർ മേടിച്ചിട്ടുണ്ട്. മിച്ചർ നമുക്ക് വേണ്ട, എന്നാലും കണ്ടപ്പോൾ നമുക്ക് ആഗ്രഹം. അങ്ങനെ മിക്സർ മേടിച്ച് കൃഷ്ണനും കണിക്കൊന്ന മേടിച്ച സ്ഥലത്ത് കാണാം. ഇത് എത്ര രൂപ? 80 രൂപയായിരുന്നു. ആന്റിക്ക് ചിപ്സും പക്കാവടയും മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ആന്റി മോള് വരുമെന്ന്, പക്ഷെ മോള് വന്നില്ലായിരുന്നു. അപ്പൊ മോള് ഫോൺ വിളിച്ച് പറഞ്ഞായിരുന്നു ചിപ്സും എന്തെങ്കിലും എരിയുള്ള സാധനം മേടിക്കാൻ പറഞ്ഞു. അതുകൊണ്ട് പക്കാവട മേടിച്ചു. പിന്നെ നമ്മൾ കൃഷ്ണൻ ഇടാൻ ഒരു ചെറിയ ഹാരം മേടിച്ചിട്ടുണ്ടായിരുന്നു. 100 രൂപ. വരുന്ന വഴിക്കാണ് മേടിച്ചത്. പക്ഷെ വരുന്ന വഴി കടയ്ക്കാവര്. അപ്പൊ നമ്മള് ഹാരം ചോദിച്ചപ്പോൾ 100 രൂപ ഉള്ളത് പറഞ്ഞ് ഉത്സാഹപ്പെടുത്തിയായിരുന്നു. പക്ഷെ നമ്മൾ വില നോക്കിയില്ലതായി മേടിച്ചു. ഇത് നമ്മുടെ ഒറിജിനൽ കണിക്കൊന്നയാണ്. ഇപ്പൊ എടുക്കുന്നില്ല, കാരണം കാണാൻ പറ്റുന്നുണ്ടായിരിക്കും, അത് കിടപ്പുണ്ട്. ഇത്
നമ്മുടെ ആന്റിയുടെ വീട്ടിൽ നിന്ന് തന്നെ സ്വന്തം കൊണ്ടുവന്നു. വീട്ടിലുണ്ടെങ്കിലും കൈ സമയത്തിന് കിട്ടൂല, ആരെങ്കിലും ഒക്കെ എടുത്തോണ്ട് പോകുമല്ലോ. പിന്നെ നമ്മള് വരുന്ന വഴിക്ക് സ്മാർട്ട് ബസാർ കയറി കണി വെക്കാനുള്ള സാധനങ്ങളൊക്കെ മേടിച്ചു. പഴവും അങ്ങനെ കുറച്ച് കാര്യങ്ങളെല്ലാം പഴം, ഫ്രൂട്ട്സ്, ആ ഐറ്റംസ് അറിയാലോ കണി വെക്കുന്ന എന്തൊക്കെയാണെന്ന്, അതാണ് മേടിച്ചത്. അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പിന്നെ ഞങ്ങള് ബജ്ജിയും കോളിഫ്ലവറും കഴിച്ചത് വീഡിയോയിലുണ്ട്. അത് കുലുക്ക് മാത്രമേ ഉള്ളൂ, ടേസ്റ്റ് ഒന്നും ഇല്ല. സത്യ കഴിച്ച് ശർക്കര നമ്മൾ പ്രതീക്ഷിച്ചാണൊക്കെ നല്ല സാധാ ഒരു നാരങ്ങ വെള്ളം കലക്കി തരുന്ന നാരങ്ങ വെള്ളം ഇതിനേക്കാളും നല്ലത്. ആ ടേസ്റ്റ് ഉള്ളൂ. കുലുക്കി എന്ന് പറയുന്നത് കുടിക്കാൻ പറ്റത്തില്ല. കുലുക്കിയുടെ മെയിൻ ആളാണ്, എവിടെ കൊണ്ടാലും വേണം. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ ഗൈസ്. പിന്നെ ഒരു സാധനം ഞാൻ മറന്നുപോയി പറയാൻ, 2 മൈത്തി മേടിച്ചിട്ടുണ്ടായിരുന്നു. ഒരെണ്ണം 40 രൂപ. പക്ഷെ ഒരു കടയിൽ നിന്ന് ഒരെണ്ണം കിട്ടിയോളൂ, ബാക്കി എല്ലാം തീർന്നു പോയായിരുന്നു. പിന്നെ വേറെ കട